1000 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മനുഷ്യരുടെ രൂപം എങ്ങനെയായിരിക്കും? ഇത്രയും കാലങ്ങൾക്ക് ശേഷം വംശനാശം സംഭവിക്കാത്ത ഒരേ ഒരു ജീവി ഉണ്ടെങ്കിൽ അത് മനുഷ്യൻ തന്നെ ആയിരിക്കും. കാരണം ഓരോ സെക്കൻഡുകൾ കൂടുന്തോറും മനുഷ്യൻ ജനിക്കുന്നതിൻ്റെ നിരക്ക് ഇരട്ടിയായിക്കൊണ്ടിരിക്കുന്നു. അത് മരണനിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ കാരണത്താലാണ് ജനസംഖ്യ കുത്തനെ ഉയരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ചൈനയിലും ഇന്ത്യയിലുമാണ്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. 1000 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യർക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. അതിൽ ഒന്നാമത്തെ മാറ്റമാണ് ശരീര വളർച്ച. 130 വർഷങ്ങൾക്ക് മുൻപ് ഒരു സാധാരണ പുരുഷൻ്റെ ഏകദേശ ശരീര വളർച്ച 154.5 സെൻറ്റിമീറ്റർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവരുടെ ശരീര വളർച്ച 155.4 സെൻറ്റിമീറ്ററായി ഉയർന്നുവെന്ന് പഠനം തെളിയിക്കുന്നു. അതിനർത്ഥം 1000 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യരുടെ ശരീര വളർച്ച നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. അതുപോലെ കാഴ്ചശക്തിയുടെയും കേൾവിശക്തിയുടെയും തീവ്രത കൂടുമെന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. നമ്മുടെ DNA-യിലുള്ള ജീനുകൾക്ക് ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അത് ചിലപ്പോൾ മനുഷ്യരെ മരണത്തിലേക്ക് നയിക്കുന്ന രോഗങ്ങളെ വരെ ചെറുത്തു നിർത്തുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനത്തിലൂടെ കണ്ടെത്തിയത് സൗത്ത് ആഫ്രിക്കയിൽ HIV എന്ന മാരക രോഗം ബാധിച്ച കുട്ടികളിൽ ഭൂരിഭാഗ പേരും ഇപ്പോഴും ആരോഗ്യകരമായ ജീവിതത്തിലൂടെ മുന്നോട്ടു പോകുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം അവരുടെ ശരീരത്തിൽ HIV-യെ പ്രതിരോധിക്കാനുള്ള ശേഷി സാധാരണ മനുഷ്യരെക്കാൾ വളരെ കൂടുതലായിരുന്നു എന്നാണ്. കാലങ്ങൾ കൂടുന്തോറും മനുഷ്യൻ്റെ പ്രതിരോധ ശക്തി കൂടുമെന്നാണ് പഠനം തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1000 വർഷങ്ങൾക്ക് ശേഷം പ്രതിരോധത്തിൻ്റെ കാരണത്താൽ രോഗികൾ കുറയുകയും മനുഷ്യൻ്റെ ജീവിത ദൈർഘ്യം കൂടുകയും ചെയ്യും. 100 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ്റെ ഏകദേശ ആയുസ് 65 വർഷമായിരുന്നു. എന്നാൽ ഇപ്പോൾ മനുഷ്യൻ്റെ ആയുസ് 80 വർഷമായി കൂടിയിരിക്കുന്നു. എന്നാൽ 1000 വർഷങ്ങൾക്ക് ശേഷം അത് പിന്നെയും കൂടും. അത് ചിലപ്പോൾ 100-ഓ 110-ഓ ആയി മാറാം. ഇനിയാണ് യഥാർത്ഥ ഞെട്ടിപ്പിക്കുന്ന കാര്യം. നമ്മൾ മനുഷ്യർക്ക് ഇനിയൊരു പരിണാമം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ചൊവ്വയിലായിരിക്കും. അതിൻ്റെ കാരണം നമ്മൾക്ക് ജീവിക്കാനുള്ള പുതിയൊരു വാസസ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ചൊവ്വയിലാണ്. എന്നാൽ അവിടെ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവ് ഭൂമിയേക്കാളും 66% കുറവായിരിക്കും. അതിൻ്റെ അർത്ഥം ചൊവ്വയിൽ ജീവിച്ചവരിൽ പുതിയതായി വരാൻ പോകുന്ന തലമുറയ്ക്ക് വലിയ കണ്ണുകളും അതിനുള്ളിലെ പ്യൂപ്പിൾസ് അതായത് കൃഷ്ണമണികൾ വലുതായിരിക്കുമെന്നാണ്. കുറഞ്ഞ പ്രകാശത്തിൽ ഐ പ്യൂപ്പിൾ വികസിക്കുകയും കാഴ്ച സാധ്യമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചൊവ്വയിലെ കുറഞ്ഞ പ്രകാശത്തിൽ ജീവിക്കുന്നവരുടെ ഐ പ്യൂപ്പിൾ കാലങ്ങൾ കൂടുന്തോറും പ്രകൃതിക്ക് അനുയോജ്യമാകുന്നതുവരെ വികസിച്ചു കൊണ്ടേയിരിക്കും. അതുപോലെ അവിടുത്തെ ഗുരുത്വാകർഷണ ബലം അഥവാ ഗ്രാവിറ്റേഷണൽ പുള്ള് ഭൂമിയെ അപേക്ഷിച്ച് 38% മാത്രമാണ്. അതിൻ്റെ കാരണത്താൽ അവിടെ വളർന്നു വരാൻ പോകുന്ന പുതിയ തലമുറയ്ക്ക് ഭൂമിയിലെ മനുഷ്യരെക്കാളും ഉയരം കൂടുതലായിരിക്കും. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ ബഹിരാകാശത്ത് വർഷങ്ങളോളം താമസിച്ച ഒരാളുടെ വാരിയെല്ലിൽ കാണപ്പെടുന്ന ദ്രാവകമുണ്ട്. അതിൻ്റെ ഇലാസ്റ്റിസിറ്റി ബിഹേവിയർ കാരണം ഗുരുത്വാകർഷണ ബലം ഇല്ലാത്ത സ്ഥലത്ത് വാരിയെല്ലിനെ ഇലോങ്ങേറ്റ് ചെയ്യുകയും വാരിയെല്ലിൻ്റെ നീളം കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബഹിരാകാശത്ത് കുറേ നാളുകൾ യാത്ര ചെയ്ത് തിരിച്ചു വന്നവരുടെ ഉയരത്തിൽ ഒരു ചെറിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ ചൊവ്വയിൽ ഗുരുത്വാകർഷണ ബലം കുറവായതുകൊണ്ട് ഇതേ കാരണത്താലാണ് അവിടുത്തെ മനുഷ്യരുടെ ഉയരത്തിൽ മാറ്റം വരാൻ പോകുന്നത്. അതുപോലെ 1000 വർഷങ്ങൾക്ക് ശേഷം ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.